ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ആണ്. വെറും ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് പതിവില്ലാതെ കുക്കുമാണ് നേരത്തെ എഴുന്നേറ്റേക്കുന്നത്. എന്നിട്ട് അവനാണ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. ഞാൻ നോർമലി ഡേ ഇൻ മൈ ലൈഫ് ഇടുമ്പോൾ 5-3 മിനിറ്റ് ഒക്കെ ആക്കിയിട്ടാണ് ഇടുക. അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് 24 മണിക്കൂർ 3 മിനിറ്റ് 4 മിനിറ്റ് ആക്കിയിട്ട് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണിക്കാൻ പോകുന്നത്. കാലത്ത് എണീറ്റ് ഞാൻ ഫസ്റ്റ് വെള്ളമാണ് കുടിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ല തണുത്ത വെള്ളത്തിൽ മുഖം അങ്ങോട്ട് കഴുകും. പിന്നെ നേരത്തെ പറഞ്ഞ 5-3 മിനിറ്റിലേക്ക് 24 മണിക്കൂറിനെ മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ വേണ്ടാത്ത ഭാഗങ്ങളാണെന്ന് വിചാരിച്ച് കട്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് ഇതൊക്കെ 3-4 മിനിറ്റിലേക്ക് മാറുന്നത്. പിന്നെ വേറൊരു കാരണം, വലിച്ചു നീട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടും ഞാൻ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി പല്ല് തേക്കലാണ്. കുക്കും ഇങ്ങനെ കാണുന്ന പോലെ വല്ലൊന്നും തേക്കില്ല, ഞാനാണ് തേപ്പിച്ച് കൊടുക്കാറ്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രം. ഇന്ന് ഞായറാഴ്ച ചെയ്യാണ്ടാണ് വീട്ടിലിങ്ങനെ പലഹാരം ഉണ്ടാക്കിയേക്കണം. അല്ലെങ്കിൽ പലഹാരം ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്ന് കട്ടൻ ചായ ഉണ്ടായിരുന്നു, വെള്ളയപ്പം ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. കുക്ക് പഞ്ചസാര കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ടി വിയിലാണെങ്കിൽ ഞാൻ ഇതുവരെ കാണാത്ത അർദ്ധനാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി അത് കാണാൻ. അപ്പോൾ ഞാൻ ഒരു പകുതി മുക്കാലും അത് കണ്ടു തീർത്തു കേട്ടോ. അത് കഴിഞ്ഞാൽ എന്താ, നമ്മുടെ സ്ഥിരം പരിപാടി ചോറ് ഊറ്റില്ല. അമ്മ അരി അടുപ്പത്തിട്ട് ചോറ് ഊറ്റാറാകുമ്പോഴേക്കും ഇവിടെ അടുത്തുള്ള ഒരു കുളത്തിലാണ് തിരുമ്പാനും കുളിക്കാനൊക്കെ പോവുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോറ് ഊറ്റുന്ന പരിപാടി എനിക്കാണ്. ചില വീടുകളിൽ ഇങ്ങനെ ചോറ് ഊറ്റാന്നല്ല പറയുക, വേറെ എന്തൊക്കെയാ പറയാൻ തോന്നുന്നു. അതുമാത്രമല്ല ചോറ് വാർക്കൊക്കെ ചെയ്യണ സ്ഥലങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുപ്പിന്റെ മുകളിൽ തന്നെ കുക്കുവിന് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് വാങ്ങിയ പിന്നെ ഈ വീട്ടിൽ ആര് വെള്ളം കുടിച്ച് കുപ്പി കാലിയായാലും അത് നിറച്ച് വെക്കേണ്ട ഡ്യൂട്ടി എനിക്കാണ്. കാരണം മിക്കപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നത് ഞാനാണ്. അന്നേരം അമ്മയുടെ കപ്പും അച്ഛൻ്റെ ഗ്ലാസ്സൊക്കെ ആയിട്ട് വരും. എന്നിട്ട് അവരാണെങ്കിൽ ഈ കുപ്പിന്ന് പകർത്തി അവരെ ഗ്ലാസ്സിലേക്ക് കുടിക്കും. അവസാനം കുപ്പി എൻ്റെ കയ്യിലാവും. പിന്നെ നമുക്ക് വെള്ളം നിറയ്ക്കാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. അത് കഴിഞ്ഞ് മുറ്റ അടിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു ലോഡ് ചെരുപ്പ് ഉമ്മർത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഒന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ചെരുപ്പ് കഴുകുന്ന കൂട്ടത്തിലേ ഉള്ള ആളല്ല. പക്ഷെ ഇന്ന് കഴുകി വന്നപ്പോഴാണ് മനസ്സിലായത് എനിക്കാകെ ഒരു ചെരുപ്പും കുക്കൂനാണ് ഒരു 5-6 ജോഡി ചെരുപ്പുള്ളതെന്ന്. കാരണം അവ ഇട്ട് പോകുന്ന ഓരോ ചെരുപ്പും പല സ്ഥലത്തും കൊണ്ടിട്ടിട്ട് എൻ്റെ കുട്ടിക്ക് ചെരുപ്പില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഴ്ചയിലും മാസത്തിലും ഓരോ ചെരുപ്പ് വാങ്ങിക്കൊടുക്കും. പക്ഷെ ഇന്നെല്ലാം കൂടി എണ്ണിപ്പറക്കിയപ്പോഴാണ് മനസ്സിലായത് അവനാണ് ഏറ്റവും കൂടുതൽ ചെരുപ്പ്. ഈ ഒരു ചെരുപ്പ് 400 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ്. സാധാരണ ഞാൻ 400 രൂപയ്ക്കൊന്നും വാങ്ങാറില്ല. 400 രൂപ ഉണ്ടെങ്കിൽ 2-3 ചെരുപ്പ് 100-ൻ്റെ 150-ൻ്റെ 200-ൻ്റെ ഒക്കെ വാങ്ങാലോ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല ഇതൊരു ക്രോക്സിൻ്റെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പാണ്. അതായത് ഇതിൻ്റെ വള്ളിയൊന്നും പൊട്ടില്ല, അങ്ങനത്തെ ഒരു മോഡലാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ കുക്കു ഓരോ സമയത്ത് വരും ഫുഡ് കഴിക്കും കളിക്കാൻ പോകും, ഓരോ സമയത്ത് വരും ഫുഡ് കഴിക്കും കളിക്കാൻ പോകും, അങ്ങനെയാണ്. അപ്പോൾ ഫുഡിന് വേണ്ടി വന്നേക്കുന്നതാണ്. അതിനിടയ്ക്ക് ഞാൻ ചെരുപ്പ് കഴുകിയത് കണ്ടപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഒരു പുച്ഛം. കാരണം അമ്മ അത് ആദ്യമായിട്ട് കാണാണല്ലോ, ഡേ ഇൻ മൈ ലൈഫല്ലേ, എന്തെങ്കിലുമൊക്കെ വേണ്ടേന്നേ. സാധാരണ എന്നും കുപ്പി പൊട്ടിച്ചിട്ടാണ് വരാറ്. പക്ഷെ ഇപ്രാവശ്യം എന്തോ പഠിച്ച് മതിയായിട്ടാന്ന് തോന്നുന്നു സ്ലൈറ്റൊക്കെ പൊട്ടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബാത്റൂം ആക്കാൻ വേണ്ടിയിട്ട് പുതിയ ബാത്റൂം പണിയാൻ വേണ്ടിയിട്ട് വെച്ചൊരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ മൊത്തം വേസ്റ്റാണ്. ഇതിൻ്റെ പണി തുടങ്ങി വെച്ചിട്ട് കുറച്ച് നാളെങ്കിലും പണി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അങ്ങനെ കിടക്കുകയാണ്. ഒരു ബാത്റൂമും ഒരു വർക്ക് ഏരിയയും പിന്നെ ഒരു റൂമും കൂടിയിട്ട് അമ്മ പണിയാം എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചൊരു സംഭവമാണ്. അതിനിടയ്ക്ക് ആ റൂം ഞാൻ ചെറുതായിട്ടൊന്ന് സ്റ്റുഡിയോ ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതിനുള്ള മാർഗ്ഗമൊന്നും നമുക്കിപ്പില്ല. അതുകൊണ്ട് അമ്മ അത് വിറകുപരയാക്കി. പിന്നെ ഒന്ന് സൺഡേ ആയതുകൊണ്ട് ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് കഴുകുകയാണ് കേട്ടോ അമ്മ. ഞാൻ തുടച്ചിട്ടല്ല, ഞാൻ അടിച്ചോരിട്ടു, അമ്മ അടിച്ച് കഴുകുകയാണ്. പിന്നെ കുക്കുവിനെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് സാധാരണ ഡോറയാണ്, ഇപ്പം എന്തോ ഹെയ്തിയാണ് കേട്ടോ. പിന്നെ ടി വിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ടി വിക്ക് കംപ്ലൈൻറ്റ്. ഇല്ലില്ല, എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ടി വി ഇങ്ങനെ കിടന്ന് ചാടാന്താണ്. ടി വി അല്ല, ഫോണിലത്തെ വീഡിയോയിലാണ് ടി വി ചാടുന്നത്. പക്ഷെ ശരിക്കും ഞങ്ങളുടെ ടി വിക്ക് വലിയ രീതിയിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. അത് കഴിഞ്ഞ് ബെഡ്റൂമിലത്തെ വീഡിയോ ഒക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. ഏകദേശം ഒരു 1-2 ആഴ്ച കഴിഞ്ഞ വിരി മാറ്റാതിരിക്കുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇലാസ്റ്റിക്കിൻ്റെ വിരിയാണ്. അതായത് 4 മൂലയ്ക്ക് ഇലാസ്റ്റിക് ഉണ്ട്. സാധാരണ ഒന്ന് കിടന്ന് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും വിരിയൊക്കെ കിടന്ന് ഇനങ്ങാറുണ്ട്. പക്ഷേ ഇത് ഇലാസ്റ്റിക്കിൻ്റെ വിരിയായ കാരണം ഇനങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് അതുമ്മയ്ക്ക് വലിയ നോട്ടൊന്നുമില്ല. പിന്നെ കുക്കു ഇടയ്ക്കൽ മൂത്രം ഒഴിക്കാറുമില്ല. പിന്നെ ഈ 2 വിരി ഞാൻ ഏകദേശം മീഷോന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ വിരി വാങ്ങിയതിന് ശേഷമാണ് റൂം പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ ഏകദേശം മീൻസ് എനിക്ക് ഈ വിരി വിരിക്കുമ്പോൾ നല്ല ഇഷ്ടമാണ്. പെയിൻറ്റും ആ ഒരു വിരിയും തമ്മിൽ നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പിന്നെ അടിച്ചു വരാൻ തുടങ്ങി. കട്ടിലിൻ്റെ അടിയാണ് ആദ്യം വൃത്തിയാക്കുക. കാരണം കട്ടിലിൻ്റെ അടിയിലാണ് ഞങ്ങളുടെ വീട്ടിലത്തെ എന്ത് കാണാതെ ആയാലും കട്ടിലിൻ്റെ അടിയിൽ തപ്പിയാൽ മതി, കിട്ടും, അത് ഉറപ്പാണ്.
അടിച്ചു വാരൽ കഴിഞ്ഞപ്പോൾ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഈ റൂം മാത്രമല്ല എല്ലാ റൂമും ഹാളൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഒന്നും ക്ലിയർ ഇല്ല, എൻ്റെ റൂം മാത്രമേ പെയിൻറ്റ് അടിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അമ്മ ചിക്കൻ കറി വെക്കുന്നുണ്ട്, മീൻ കറി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി വന്നു, അവളുടെ ഉണ്ണി വന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇനിയിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ചു. ഇപ്പം നല്ല അടയും ചക്കരയായിട്ട് എൻ്റെ ഇടതും വലതും അണ്ണനും തമ്പി കിടക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, നെല്ലിക്കച്ചാർ ഉണ്ടായിരുന്നു. ഇതിൻ്റെ വാട്ടയിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഒന്ന് മേക്കപ്പ് ഇട്ട് സുന്ദരിയായി നോക്കുമ്പോഴാണ് അമ്മയും അനിയത്തിയും കൂടിയിട്ട് മത്സരിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടത്. അമ്മയുടെ അടുത്ത് ഓടി ചെന്ന് ക്യാമറ കൊണ്ട് ചെന്നപ്പോൾ ഇത്ര നേരം ആർത്തിയോടെ കഴിച്ച അമ്മ മെല്ലെ മെല്ലെ ഈ കല്യാണ വീട്ടിലൊക്കെ ക്യാമറ കൊണ്ടുവരുമ്പോൾ കഴിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആട്ടയും ചക്കരയില്ലേ, ഇത് ഇപ്പോൾ പാമ്പും കീരിയായിട്ടുണ്ട്, നല്ലപോലെ അടി ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെ ആ കുഞ്ഞിത് ഭയങ്കര വികൃതിയാണ്, കുക്കുവിനെ എപ്പോഴും കുറുമ്പ് കാണിക്കും. കുക്കും മോശമൊന്നല്ല. അപ്പോൾ അമ്മ അല്ലെങ്കിൽ അനിയത്തിയോ വന്നിട്ട് രണ്ടിനെയും പിടിച്ചിട്ട് ഒരെണ്ണത്തിന് വേറെ റൂമിലും ഒരെണ്ണത്തിന് വേറെ റൂമിലും കൊണ്ടിടും. അപ്പോൾ പിന്നെ ഇവർ അടി കൂടില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഞാനും അനിയത്തിയൊക്കെ പോലെ തന്നെ, അല്ലെങ്കിൽ ഈ മത്തൻ കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അതിനിടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം നമ്മുടെ അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ഷടപടയെന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ കഴിച്ചു. അനിയത്തിയാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് നന്നായിട്ട് പുട്ടിരുന്നുണ്ട് കേട്ടോ. കുക്കും ഞാനും മാച്ചിങ് ആണ്. അതിനിടയ്ക്ക് അവർ വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്ത് പോയിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുത്ത് നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവർ ടൗണിൽ താമസിക്കണോണ്ട് തന്നെ പാടമൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങൾ പാടത്തേക്ക് പോയി. പിന്നെ ഒരു ഡാൻസ് വീഡിയോ എടുത്താലോ ചേച്ചിയും ചോദിച്ചു. പിന്നെന്താ നമുക്ക് എടുക്കാലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ എന്നെ ഡാൻസ് പഠിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. അവർ നല്ല ഡാൻസേഴ്സ് ആയിരുന്നു. അപ്പോൾ ബാക്കി വീഡിയോസ് ബാക്കിയുള്ള എന്നെ ഡാൻസ് പഠിപ്പിച്ച ഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്കി. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പോൾ എങ്ങനെയൊക്കെയോ നമ്മൾ ആ ഒരു ട്രെൻഡിങ് ആയ പാട്ടിന് ഡാൻസ് കളിച്ചു. പാട്ട് എനിക്ക് പാടാനായിട്ട് അറിയില്ല, അതൊരു ട്യൂണാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാടാനായിട്ട് അറിയില്ല. പിന്നെ അവർ വരുമ്പോൾ ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കിൻഡർ ജോയ്, അത് ഇത് ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കുവിന് കളിക്കാൻ ക്രിക്കറ്റ് ബാറ്റും ബോളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ടുട്ടുവിന്, അതായത് അനിയത്തിയുടെ ഉണ്ണിക്ക് ഒരു കപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരം പോയത് അറിഞ്ഞില്ല. അവർ 5 മണിക്കാണ് പോയത്. പിന്നെ വീട്ടിൽ കുറച്ച് പരിപാടികൾ, തുണികൾ മടക്കി വയ്ക്കുക, അടിച്ചോടി, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിളക്ക് വെച്ചു, കുളിച്ചു, വിളക്ക് വെച്ചു. ആരെന്റെ മിഷ്യൻ പൊട്ടിച്ച് കാണിച്ചായോ? എന്റെ മിഷ്യൻ കുക്കു അത്ര ആരെ പൊട്ടിച്ച്? ആരെ പൊട്ടിച്ച്? മിഷ്യൻ ആരെ പൊട്ടിച്ച്? ആരെ പൊട്ടിച്ച്? നോക്കട്ടെ, നടക്ക്, രണ്ടാളും നടക്ക്. എന്റെ മിഷ്യൻ കാണിച്ചായോ? ചാട്ട വലിച്ച് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ? ചാട്ടയുടെ പണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ടുട്ടാണ്, എനിക്കറിയാം. ടുട്ടു ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നും ഈ മിഷ്യൻ്റെ ചാട്ട അയച്ചിടും. അപ്പം ടുട്ടു റെഡിയാക്കിക്കോ, വേഗം റെഡിയാക്കി തന്നു എൻ്റെ ചാട്ട. നാശാക്കിയ ആൾക്കാർ വേഗം റെഡിയാക്കിക്കോ. ചേട്ടനൊന്നല്ല, നീയാ. വേഗം വന്ന് റെഡിയാക്കൂ. ഇവിടെ ഒരു CCTV വെക്കണം, ആരാ നാശാക്കണം നോക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ബുക്കിൽ ഞാൻ ഒരു കൊളാബിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചില കൊളാബിന് അവർ തന്നെ സ്ക്രിപ്റ്റ് ചെയ്യും, ചില കൊളാബിന് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിനിടയ്ക്ക് അമ്മ ജീരസോടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് മാത്രം എഴുതുന്ന ബുക്കല്ല, എൻ്റെ എല്ലാതും പൈസ കിട്ടാനുള്ള പൈസയുടെ കണക്ക്. അത് പറഞ്ഞാൽ കോടികളൊന്നുമില്ല, ഒരു 500 3000 അത്രയൊക്കെ. പിന്നെ കണ്ടൻറ്റുകളൊക്കെ എഴുതുന്ന ഒരു ബുക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിച്ച് കിടന്നു തുടങ്ങി. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക. ടാറ്റാ.